സുരേഷ് ഗോപിക്ക് സാധ്യതകൾ പറയുന്നതിന്റെ കാരണം എന്താ? സുരേഷ് ഗോപി സാധ്യതകൾ ഒരുപാടാണ്. കാരണം എന്ന് വെച്ചാൽ അമ്മമാർക്ക് അറിയാം ഇവിടെ കുറെ ആയല്ലോ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ സേവനം ചെയ്യുന്നതിന്റെ പേരിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയോ വിജയിച്ചിട്ടുണ്ട്? ഇപ്പോ RSSന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള BJPയും RSSന്റെ സേവാ വിഭാഗമായിട്ടുള്ള സേവാഭാരതി കേരളം മുഴുവൻ സേവന പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ മുഴുവൻ BJP സീറ്റ് പിടിക്കണ്ടേ? അപ്പോൾ സുരേഷ് ഗോപി സേവനം ചെയ്യുന്നതിന്റെ പേരിൽ മാത്രം വിജയിക്കും അല്ലെങ്കിൽ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? ഇല്ല, സേവനം മാത്രമല്ല, സേവനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രതിഫലം പറ്റുന്ന സംഭവമല്ല. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അദ്ദേഹം ചെയ്തത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രാഷ്ട്രീയക്കാരനാകും മുമ്പ് തന്നെ അദ്ദേഹം സേവന രംഗത്തുള്ള ആളാണെന്ന്. പിന്നെ അതിനേക്കാൾ ഏറെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ്. സിനിമാ രംഗത്ത് നിന്ന് ആകാശ താരങ്ങളുടെ ഇടയിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയ ഒരു താരകുമാരനാണ്, അല്ലെ, സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹത്തിന്റെ ആ താരമൂല്യം ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതിനേക്കാളേറെ മനുഷ്യനെന്ന് പറയുന്ന മാനുഷിക മൂല്യം മനസ്സിലുണ്ട്. ഇന്ന് ജനങ്ങളെല്ലാം സോഷ്യൽ മീഡിയ കാണുന്നവരാണ്, കേൾക്കുന്നവരാണ്, അറിയുന്നവരാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം ഇവിടെ നടക്കുന്ന കപട നാടകങ്ങളില്ലേ, എന്താണ് കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യുന്നത്, എന്താണ് കോൺഗ്രസ്സുകാരൻ ചെയ്യുന്നത്, ഒന്ന് പറഞ്ഞത് പിറ്റേ ഒരു വേദി ചെല്ലുമ്പോൾ മാറ്റി പറയാ, കുറി മാറ്റി കളഞ്ഞിട്ട് കൊടി പിടിച്ച് മാറുക, എന്തെല്ലാം നാടകങ്ങളാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന് എല്ലാവരും കാണുന്നുണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല ഇന്ന് കേരളത്തിന്റെ അവസ്ഥ. ഇന്ന് കേരളം എങ്ങോട്ട് പോകുന്നു ഇല്ലേ? നമ്മുടെ വീട്ടിൽ പഠിച്ച കുട്ടികൾ ഒരാളും തന്നെ നമ്മുടെ നാട്ടിലില്ല, ജോലിയില്ല. ഗുജറാത്ത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കുറ്റം പറയുന്നതല്ലാതെ ഒരുപാട് വ്യവസായ മേഖലകൾ തമിഴ്നാട്, ഗുജറാത്ത് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ എന്താണോ നടക്കുന്നത് അത് തിരിച്ചറിയാനുള്ള കഴിവ് ഇന്ന് അമ്മമാർക്കുണ്ട്. അമ്മമാര് വെറും സീരിയൽ മാത്രമല്ല ഇപ്പൊ കാണുന്നത്, അവരെല്ലാം ചാനലുകൾ കാണുന്നുണ്ട്, അവർ വാർത്തകൾ അറിയുന്നുണ്ട്. അവർക്ക് പറയാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല, കാരണം ഒരു ഭയപ്പാടുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുന്നവരാണ്. തൊഴിലുറപ്പിന് പോകുന്നവർ, കുടുംബശ്രീ അംഗങ്ങൾ, ആ അമ്മമാരെയൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ്. തൊഴിലുറപ്പിൽ കൊടുക്കുന്നത് ആരാ? കൂലി കേന്ദ്രത്തിൽ നിന്നാണ് കൊടുക്കുന്നത്, ഇല്ലേ? കുടുംബശ്രീയിൽ ലോണെല്ലാം പാസ്സാവുന്ന എവിടെ നിന്നാണ്? പ്രധാനമന്ത്രിയുടെ ഫണ്ടുകളാണ്. ഇതെല്ലാം ഞാനൊരു കുടുംബശ്രീ അംഗമാണ്. ഈ കുടുംബശ്രീയിലെ സ്ത്രീകൾക്ക് എന്താ പറയാ, നമ്മളോട് സംസാരിക്കാൻ വരെ പേടിയാണ്. ആ രീതിയിലൊരു ഭീഷണിയാണ്. എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത, കാരണം അവർക്ക് അവസരങ്ങൾ വരില്ല, അവരെ എല്ലാത്തിൽ നിന്ന് ഒഴിവാക്കും. ലൈഫ് എന്ന് പറയുന്ന പദ്ധതിയിൽ പെടുത്തി നമ്മുടെ ആവാസ് യോജന, ആ വീടുകൾ പോലും നമ്മളോട് ചായ്വ് പറഞ്ഞാൽ ഇവൻ എന്റെ കൂടെ നടന്നാൽ പോലും കൊടുക്കാത്തൊരവസ്ഥ എന്റെ നാട്ടിലുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അടിച്ചമർത്തി ഭരിക്കുക, പേടിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ഈ തന്ത്രം പൊളിച്ചെഴുതണം. ഇവിടെ ആരെയാണ് പേടിക്കേണ്ടത്? നമ്മൾ കണ്ടുല്ലോ, തൃശ്ശൂർ പൂരത്തിന് ഭഗവാൻ ശ്രീരാമസ്വാമിയെ കണ്ടപ്പോഴേക്കും ഹാലളിയത് ആർക്കാണ്? ഇത് എത്ര കൊല്ലായി നമ്മളിങ്ങനെ സഹിക്കണോ? ഒരു അമ്പലത്തിൽ പോകാൻ പാടില്ല, കുറി തൊടാൻ പാടില്ല, സത്യസന്ധമായിട്ടൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല. ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമാണല്ലോ SDP. പരസ്യമായിട്ട് UDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാര്യമായിട്ടുള്ള രീതിയിൽ അതിനെ ആ വോട്ടൊന്നും വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. കൂട്ടത്തിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥി K മുരളീധരൻ പറഞ്ഞത് എല്ലാവരും വോട്ട് സ്വീകരിക്കുന്നതാണ്. ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ഏത് രീതിയിൽ ചിന്തിക്കണമെന്നാണ് സമൂഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു ഹൈന്ദവ സമൂഹത്തിന്റെ വലിയൊരു കാഴ്ചപ്പാടായിരുന്നു വാസ്കോഡ ഗാമ ഇവിടെ കാലുകുത്തിയതും അതിനെ തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജനങ്ങൾ ഇവിടെ വന്നതും. നമ്മൾ ആതിഥേയരെ ദേവന്മാരായി കണ്ടു എന്നുള്ളതാണ് നമുക്ക് പറ്റിയത്. നമ്മുടെ വേദങ്ങളിൽ പറയുന്നത് അതിഥി ദേവോ ഭവ എന്നുള്ളതാണ്. ആ അതിഥി നമ്മളെ അടിമകളാക്കി, അത് നമ്മുടെ ചരിത്രം. എങ്ങനെ നമ്മൾ അടിമകളായി? പിന്നെ ഇവിടെ വന്ന ആയുധങ്ങൾ, നമുക്കത്ര ആയുധശേഷി ഉണ്ടായില്ല. കാരണം നമ്മൾ അന്നത്തെ സദാചാരം അല്ലെങ്കിൽ നമ്മൾ എന്തായിരുന്നു, സനാതന ധർമ്മത്തിലാണ് വിശ്വസിച്ചിരുന്നത്. ഒരിക്കലും നമ്മൾ ഒരാളെ വേദനിപ്പിക്കുന്നതായിരുന്നില്ല, നമ്മൾ സഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ. ഈ സഹനം സഹിച്ച് അങ്ങേ അറ്റം സഹിക്കുന്നു. ഇന്ന് പക്ഷെ അടിമകളായി പോയി. ഇന്ന് അവർ പറയുന്നതിനപ്പുറം പോകാനുള്ള ചങ്കൂറ്റം കാണിക്കാൻ ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ തയ്യാറാകുന്നില്ല. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഇവർ SDPIയുടെയോ ആരുടെ ഭീകരന്മാരുടെയോ ഹമാസിന്റെ വരെ പിന്തുണച്ചാലും പറയാനില്ല. കാരണം കോൺഗ്രസിന്റെ തലപ്പൊക്കത്തിരിക്കുന്ന രാജീവ് ഗാന്ധി എന്ന് പറയാൻ കണ്ടി, അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ നെഹ്റു മുസൽമാനാണ്, അതറിയോ? ഇന്ദിരാഗാന്ധി മുസൽമാനാണ്. ഈ മുഗൾ വംശത്തിൽപ്പെട്ടവര് അവിടെ ഡൽഹിയിലെ രാജാക്കന്മാരുടെ സ്വത്താണ് കൈയടക്കിയത്. ആ ചരിത്രം നമുക്കറിയണം. ഈ മുസ്ലിം സംഘടനയ്ക്ക് വേണ്ടി മുസ്ലിംസിനെ വാഴിക്കാൻ, രാജ്യത്തെ ഇല്ലാതാക്കാൻ, അഖണ്ഡതയെ എന്താ പറയാ, നമ്മുടെ രാജ്യത്തെ സനാതന ധർമ്മത്തെ വെട്ടി നുറുക്കി ഇല്ലാതാക്കാൻ കഷ്ണം കഷ്ണമാക്കി നമ്മൾ കണ്ടു. അഫ്ഗാനിസ്ഥാൻ പോയി, നമ്മൾ ഭൂട്ടാൻ പോയി, നമ്മുടെ ഇന്ന് പാകിസ്ഥാൻ പോയി, ബംഗ്ലാദേശ് പോയി. ഇനി ഇങ്ങനെ ഓരോന്ന് പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ നടക്കുന്ന സമ്പ്രദായം ഓർത്തു നോക്കൂ. കോൺഗ്രസിന് ഈ നെഹ്റു എന്ന് പറയുന്ന ആളുടെ ശരിക്കും പേരെന്താന്ന് പോലും ഞാൻ അറിയില്ല, ഫിറോസ് ഖാനോ അങ്ങനെ എന്തോ ആണ്. ഫിറോസ് ഖാൻ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ്, ഖാനാണ് അദ്ദേഹം, മനസ്സിലായല്ലോ. അപ്പൊ ഇതിന്റെ ബേസിക് റൂട്ട് എടുക്കുന്നത് കാപട്യത്തിലാണ്. ശരിക്കും സത്യസന്ധമായി അവരുടെ പേര് പോലും പറയാനാവില്ല. അച്ഛനാരാ മുസ്ലിമാ, അമ്മയാരാ ക്രിസ്ത്യാനിയാ, അപ്പൊ രാഹുൽ ഗാന്ധി ആരാ? നമുക്ക് നിശ്ചയമില്ല. അദ്ദേഹം ഇപ്പൊ എന്താ ചെയ്യുന്നത്? അമ്പലത്തിൽ കയറിയ പൊട്ടുതോടും പള്ളി കയറിയ തൊപ്പിയോക്കും മറ്റേ ക്രിസ്ത്യൻസിന്റെ പള്ളി പോയാൽ കുരിശെടുത്തിടും. ഇത് എവിടെ തന്നെയായ മതേതരം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കലല്ല മതേതരം. If you are a Christian, be a good Christian. If you are a Muslim, be a good Muslim. If you are a Hindu, be a good Hindu. നമ്മളിവിടെ ഒത്തൊരുമിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ഇവിടെ ഇന്ത്യയിൽ യാതൊരുവിധ മത ഭ്രാന്തുമില്ല, ആരുമില്ല. മോദിജി വന്നു, എത്ര കൊല്ലായി? ഇവിടെ എവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടിക്കേട്ടിട്ടുണ്ടോ? ഈ വളരെ അടുത്തല്ലേ കേരളത്തിൽ ബോംബ് പൊട്ടിയത്? അതാരാ ബോംബ് ഉണ്ടാക്കിയത്?
ഇവിടുത്തെ ഭീകരന്മാര്, കേരളത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവര്, ഇവിടെ നമ്മൾക്ക് ജീവിക്കണ്ടേ? രാമനെന്ന് വിളിക്കണ്ടേ? ജയ് ശ്രീറാം പോലും പറയണ്ടേ? ഇത് ആരോടെ പറയാ? അതിനൊക്കെ ഒരു ഉത്തരം തന്നെയാണ് മോദിജിയുടെ കെയർ ഓഫിൽ വരുന്ന ഞങ്ങളുടെ എസ് സി, സ്വന്തം എസ് സി, ഞങ്ങളുടെ കുടുംബം. മോദിക്ക് കുടുംബം ഇല്ലെന്ന് പറഞ്ഞ് കളിയാക്കിയില്ലോ. ഓരോ തെരഞ്ഞെടുപ്പിന് ഓരോന്നിട്ട് കൊടുക്കും. ചായക്കാരൻ, പിന്നെ ചൗക്കിദാർ, ഇപ്പതാ കുടുംബം ഇല്ല. കുടുംബം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കേരളത്തിൽ കാണിച്ചു കൊടുക്കണം. അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. കാണിച്ചു കൊടുത്തിരിക്കും. സുരേഷ് ഗോപി ജയിച്ചിരിക്കും. സുരേഷ് ഗോപിക്ക് കെട്ടാൻ നെറ്റിപ്പട്ടം വാങ്ങി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കെട്ടിയിരിക്കും. തെച്ചിക്കൊമ്പനായിട്ട്, തെച്ചിക്കോട്ട് രാമചന്ദ്രനായിട്ട് ജൂൺ 4-ാം തീയതി തൃശ്ശൂർ ഭഗവാന്റെ വടക്കുന്നാഥന്റെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിന് നെറ്റിപ്പട്ടം കെട്ടിയിരിക്കും. ഞങ്ങള് വിങ്സ് ഓഫ് വിമൻ വേൾഡ് വൈഡിന്റെ മെമ്പേഴ്സാണ് ഈ പറയുന്നത്. സന്തോഷം. അമ്മേ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് സുരേഷ് ഗോപിയുടെ സാധ്യതകളും പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സുരേഷ് ഗോപിയുടെ സാധ്യത വളരെ കൂടുതലാണ്. നല്ല പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ഇന്നുവരെ കാഴ്ചവെച്ചിട്ടുള്ളത്. ജനമനസ്സിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. അപ്പൊ എന്തായാലും സുരേഷ് ഗോപി ഇവിടെ ജയിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇപ്പോ ഈ നമ്മുടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ VS സുനിൽകുമാർ, അദ്ദേഹം ഈ പരിസരത്തൊക്കെ വന്നിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും അറിയൂ? അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒന്നും ഇവിടെ ചെയ്തായിട്ട് നമുക്കറിയില്ല. കർഷകരെ വരെ ദ്രോഹിച്ച ഒരാളാണ്. കർഷകരുടെ പേരും പറഞ്ഞിട്ട് അദ്ദേഹം കർഷകരെ ദ്രോഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം മൊബൈൽ ആപ്പ് വഴി എല്ലാവരും വോട്ട് ചോദിച്ച്, ഈ പറഞ്ഞ എന്നെ പോലും വിളിച്ചിട്ടുണ്ട് അദ്ദേഹം വോട്ട് ചോദിച്ച്. എന്നല്ലാതെ അദ്ദേഹത്തിന്റെ പൊടി പോലും ഞങ്ങൾ ഈ ദേശത്ത് കണ്ടിട്ടില്ല. അതാണ് ഇടതുപക്ഷത്തിന്റെ അവസ്ഥ. കർഷകരെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞില്ല, അത് എന്താണ് അറിയോ? കർഷകരെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ കർഷകർക്ക് കൊടുക്കാനുള്ള 4% പലിശയ്ക്ക് കൊടുത്തിരുന്നു. അത് അദ്ദേഹം ഇല്ലാണ്ടാക്കി. അദ്ദേഹത്തിന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ കൃഷിഭൂമികൾ മൂടിക്കളഞ്ഞത് എന്നുള്ളൊരു ആരോപണമുണ്ട്. ശരിയാണ്. മോദി ഒന്നും കളഞ്ഞിട്ടില്ല. കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഇന്നും ഈ സുനിൽകുമാറിന്റെ ഈ ആള് കൃഷിമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത കർഷകർ ചെയ്ത കൊടിയ വഞ്ചനയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം കർഷകർ കൂട്ടാണെന്ന് പറഞ്ഞിട്ട് പോലും ഈ പറച്ചിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കർഷകരെ പരമാവധി ദ്രോഹിക്കാൻ പറ്റിയത് മുഴുവൻ ദ്രോഹിച്ചു കൊടുത്തു. ഇവിടെ നെല്ലിന് എന്താ വില കിട്ടുക? കർഷകര് നെല്ല് കൊയ്ത് സപ്ലൈക്കോ എടുക്കുന്നില്ലല്ലോ എന്നല്ലേ ഇപ്പൊ മോദിജി പറഞ്ഞിട്ടുണ്ട്. നെല്ലിന്റെ വില കർഷകർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫണ്ട് അനുവദിച്ചു. ജനങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇടതുപക്ഷം വോട്ട് ചോദിക്കുന്നത്. അവരൊരു പ്രത്യേക സമുദായത്തെ മാത്രം പ്രീണിപ്പിച്ച് അവരെ കൊണ്ടുപോകണം എന്നല്ലാതെ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പിച്ചച്ചട്ടി എടുത്ത് ജനങ്ങളെ തെരുവിലിറങ്ങേണ്ട അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് ആരാണ്? ആ അവസ്ഥ എവിടുന്ന് വന്നു? ഇന്ന് കർഷകർക്ക് കിട്ടേണ്ട കാര്യങ്ങളില്ല, പെൻഷൻകാർക്ക് പെൻഷൻ കിട്ടുന്നില്ല, സർക്കാർ ജീവനക്കാർക്ക്, എൻ്റെ സർക്കാർ ജീവനക്കാരിയായിരുന്നു, നമുക്ക് കിട്ടേണ്ട DA കുടിശ്ശിക പോലും ഇവരെ കിട്ടിയിട്ടില്ല. വർഷങ്ങളായിട്ട് കിട്ടാനുള്ളത് ഇന്നും എല്ലാം ബാക്കിയായിട്ട് കിടക്കുകയാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനാണെങ്കിൽ. അദ്ദേഹം ഇവിടെ ഇടതുപക്ഷ സർക്കാർ ഇനി ഇവിടെ ഭരണത്തിൽ വന്നാൽ ഇനിയും എന്താ പറയാ മുഴുവൻ മുടിച്ച് തേച്ച് കഴിയും. ഇത് ഓരോ ജനിക്കുന്ന കുഞ്ഞിന് പോലും അതായത് ലക്ഷങ്ങളാണ് കടബാധ്യത വരുന്നത്. ഇപ്പൊ ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് കടം മേടിച്ചിട്ടാണ് പല കാര്യങ്ങളും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആ ഒരു അവസ്ഥ പോലും തീരാറായ ഒരു അവസ്ഥയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. നാളത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ പട്ടിണി കടന്നും വെള്ളമില്ലാതെയും ഒക്കെ മരിക്കേണ്ട, ഭക്ഷണമില്ലാതെയും വെള്ളമില്ലാതെ മരിക്കേണ്ട ഒരു ഗതികേടാണ് വരുന്നത്. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ കേരളത്തിലെ ആൾക്കാർക്ക് അരിയായി, ഭക്ഷണത്തിനുള്ള സാധനങ്ങളായി ഫുഡ് കോർപ്പറേഷന്റെ അരി പല സ്ഥലത്ത് വന്നിട്ട്, ആ ഫുഡ് കോർപ്പറേഷൻ അരി വന്നിട്ട് മോദിയുടെ അരി 29 രൂപയ്ക്കുള്ള മോദിയുടെ അരി വന്നിട്ട് ആ വണ്ടി തല്ലി ഒടിക്കാനും ആ വണ്ടിയെ അരി ഇറക്കാണ്ട് പല സ്ഥലത്തും പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇവര്. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിൽ. അത് ശരിക്കും ജനങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് മോദിക്ക് വോട്ട് ചെയ്യല്ലേ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും. അത് വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് രാവും പകലും ഇവരെ കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ്. ഇന്നും അത് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക്. എന്തായാലും ഇവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചേ പറ്റും. ഞങ്ങൾ അതിനുവേണ്ടി വേൾഡ് വൈഡ് വിങ്സ് ശരിക്കും ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ വാർഡിലും ഓരോ വീട്ടിലും ഞങ്ങൾ പരമാവധി പ്രവർത്തിച്ചുകൊണ്ട് സുരേഷ് ഗോപി ഇന്ന് സ്ത്രീകളുടെ വോട്ട് മേടിച്ചെങ്കിലും അദ്ദേഹം ജയിക്കുന്നുള്ളത് 100% ഉറപ്പാണ്. ഇപ്പം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നായാൽ പോലും ഇവിടെ ക്രൈസ്തവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ എല്ലാ ക്രൈസ്തവരെ ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഇന്നും അതെ, മണിപ്പൂർ വിഷയമായിട്ട് പറഞ്ഞിട്ടൊക്കെ അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അത് ചിന്തിക്കാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ഇന്ന് ഒരുപാട് ക്രിസ്ത്യൻ സമൂഹം നമ്മുടെ കൂടെ ഒപ്പം ഉണ്ട്. കാരണം സുരേഷ് ഗോപിയുടെ നന്മ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ ഇന്ന് ഒരുപാട് ക്രൈസ്തവ സമൂഹം നമ്മുടെ ഒപ്പം വന്നിട്ടുണ്ട്. അതിനൊരു സംശയവും ഇല്ല. ന്യൂനപക്ഷങ്ങൾ വോട്ട് ഇത്തവണ സുരേഷ് ഗോപിക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണോ കുറവാണോ? അങ്ങനെ പറഞ്ഞാല് ന്യൂനപക്ഷങ്ങള് ഈ പോപ്പുലർ ഫ്രണ്ട്, SDPI പോലുള്ള സംഘടനകളുണ്ട്. അവരുടെ വോട്ട് ഒക്കെ മുരളീധരന് പോകും. അല്ലാതെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന കുറച്ച് മുസ്ലിംസ് ഉണ്ട്. അവരുടെ വോട്ടൊക്കെ തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളത് ഉറപ്പുണ്ട്. ഈ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റി എന്താ അഭിപ്രായം?
പിണറായി വിജയനെ പറ്റി പറയുവാണെങ്കിൽ ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത ഏറ്റവും പരാജയപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. സമസ്ത മേഖലകളിലും പരാജയപ്പെട്ട ഒരു മന്ത്രിയാണ്. കാരണം ഇനി അദ്ദേഹം നീണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ കൊലപാതക രാഷ്ട്രീയമല്ലാതെ ഒന്നുമില്ല. ഇപ്പൊ തന്നെ ബോംബ് പൊട്ടി, അവരെന്താ പറഞ്ഞത്? ബോംബ് പൊട്ടിയത് അത് അങ്ങനെ സംഭവിച്ചു പോയതാണ്, അല്ലെങ്കിൽ അതിനെ അവര് ന്യായീകരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേമം നിയോജക മണ്ഡലത്തിൽ 2021 BJPക്ക് ഉണ്ടായിരുന്ന സീറ്റ് നഷ്ടപ്പെടാണ്ടായ കാരണം കെ മുരളീധരൻ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. BJP വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായ തൃശ്ശൂരിൽ കെ മുരളീധരൻ ഇവിടെ TN പ്രതാപനെ മാറ്റി ഇവിടെ സ്ഥാനാർത്ഥിയെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് കരുതുന്നുണ്ടോ? BJPയുടെ പരാജയത്തിലേക്ക് ഈ ഒരു സ്ഥാനാർത്ഥിത്വം കൊണ്ടെത്തിക്കാൻ സാധിക്കും? ഇല്ല, ഒരിക്കലും ഇല്ല. മുരളീധരൻ ഇവിടെ 3ാം സ്ഥാനത്തേക്ക് വരുമെന്നുള്ളത് ഉറപ്പാണ്. പ്രതാപൻ അത് കണ്ടറിഞ്ഞുകൊണ്ടാണ് പ്രതാപൻ ഇവിടെ നിന്നും പിൻവലിഞ്ഞെന്നുള്ളതിന് ഉറപ്പാണത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2ാം സ്ഥാനത്ത് ആര് വരും? 2ാം സ്ഥാനത്ത് കോൺഗ്രസ് വരും. കോൺഗ്രസ് മുരളീധരൻ 3ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത് 2ാം സ്ഥാനത്ത് മുരളീധരൻ 3ാം സ്ഥാനത്ത് വരും. 2ാം സ്ഥാനത്ത് CPM വരും. ആ, ഉറപ്പാണ്. അപ്പോ സുരേഷ് ഗോപി ജയിക്കും? ജയിക്കും, ഉറപ്പാണ്. 100% ഉറപ്പാണ് ഞങ്ങൾക്ക്.